നമ്മുടെ ആശുപത്രിയിലെ നേഴ്സിംഗ് സ്റ്റേഷനൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നും ഇവർ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സൊക്കെയാണെന്ന്. ഈ ലൈസൻസ് ഇല്ലാത്ത ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ്. നമ്മുടെ ആധാർ എഴുത്ത് ഓഫീസിലൊക്കെ ഡോക്യുമെൻ്റ് റൈറ്റേഴ്സായിട്ട് ജോലി അതിൻ്റെ പരിസരത്തൊക്കെ കാണുന്ന ആൾക്കാർ അതിൻ്റെ ലൈസൻസീസാണ്. പക്ഷെ അവിടെ നേഴ്സിംഗ് സ്റ്റേഷനിൽ എത്രമാത്രം ഡോക്യുമെൻറ്റ്സ് ആണ് എഴുതി കൂട്ടുന്നത്. ആക്ച്വലി നിങ്ങളുടെയൊക്കെ ജോലി പേഷ്യൻറ്റിനെ കെയർ ചെയ്യലല്ലേ, അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ ഡിജിറ്റലൈസേഷൻ ആണെന്നേ. നമ്മുടെ ഡിജിറ്റലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ഒരു 16-18 രജിസ്റ്ററുകൾ കീപ്പ് ചെയ്യുന്നതൊന്നും എഴുതണ്ട. നിങ്ങളിവിടെ ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സിനകത്ത് എൻ്റർ ചെയ്യുന്ന വെച്ചാൽ രജിസ്റ്ററുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിക്കോളും. നമ്മളുടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ക്രിട്ടിക്കൽ കെയറിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് പ്രിപ്പറേഷൻ. ഒരു പേഷ്യൻ്റ് എന്തൊക്കെയാണ് അകത്തേക്ക് എടുത്തത്, എത്രമാത്രം ലിക്വിഡ് അകത്തേക്ക് പോയിട്ടുണ്ട്, അത് വെള്ളം കുടിക്കുന്നതായാലും നമ്മൾ IVs കൊടുക്കുന്നതാണെങ്കിലും ടോട്ടൽ ലിക്വിഡ് വോളിയം എത്ര ഉള്ളിലേക്ക് പോയി, ഔട്ട്പുട്ട് എത്ര വന്നു, ഇതിനെ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് സഞ്ചിയൊക്കെ വെച്ചിട്ട് യൂറിനൊക്കെ അളന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം ഗ്ലാസ്സിൽ അളന്ന് കുടിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇൻപുട്ടും ഔട്ട്പുട്ടും മെഷർ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചാർട്ട് IO ചാർട്ടാണ് നമ്മളുടെ 6ാമത്തെ ഐക്കണിൽ. ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ഐക്കൺസിൽ ആ റൈറ്റ് ഹാൻഡിലായിട്ട് ഇങ്ങനെ IO ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ആ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടുമാണ് കാണാൻ പറ്റും. ഇന്നത്തെ ദിവസത്തെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക? അപൂർവം ആശുപത്രികൾ മാത്രമാണ് രാത്രി 12 മണി തൊട്ട് രാത്രി 12 മണി വരെ ഈ കേസിൽ ഒരു ദിവസമായിട്ട് എടുക്കുക. ഏറിയ പങ്ക് നമ്മൾ എടുക്കുന്നത് രാവിലെ 7 മണിയോ 6 മണിയോ തൊട്ട് അടുത്ത പ്രഭാതം 7 മണി വരെയുള്ള ആ 24 മണിക്കൂറിനെയാണ് എടുക്കുക. ആ സമയത്തിനുള്ളിൽ എത്രമാത്രം അകത്തേക്ക് പോയിട്ടുണ്ട്, എത്രമാത്രം പുറത്തേക്ക് വന്നു എന്ന് അവിടെ ഒരു മെഷർമെൻറ്റ്. അത് നമുക്കറിയാമല്ലോ, ഒരു മൈനസ് വാല്യൂ നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എക്സസ് വന്നിട്ടുണ്ടോ, ഡെഫിഷ്യൻസി ആണോ എന്ന് സോഫ്റ്റ്വെയർ തന്നെ അവിടെ മാർക്ക് ചെയ്ത് തരും. നമ്മൾ ഓരോ വാല്യൂ ഇരുന്ന് കണക്കൂട്ടേണ്ട കാര്യമില്ല. ഈ അഡ്മിഷൻ മുതലുള്ള എല്ലാ ദിവസത്തെയും ചാർട്ട് ഒരുമിച്ച് കാണാനായിട്ട് 2ാമത്തെ ടാബിൽ അവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ മുതലുള്ള കംപ്ലീറ്റ് IO ചാർട്ട് അവിടെ കാണാൻ പറ്റും. ഇനി ഒരു പർട്ടിക്കുലർ ഡേയിൽ എന്തായിരുന്നു സംഭവിച്ചെന്ന് അറിയാനൊരു ഡേറ്റ് വൈസ് ഓപ്ഷൻ ഉണ്ട്. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് ചാർട്ട് ഗ്രേപ്സിൻ്റെ BSAയിൽ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ ടൈം സെറ്റിങ്സ് ഒക്കെ നമ്മുടെ സെറ്റിങ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏത് 24 hours ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അത് പക്ഷേ ഒരു ഗ്ലോബൽ സെറ്റിങ്സ് പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ IO ചാർട്ട് പ്രിപ്പയർ ചെയ്യാനും BSA മതിയെന്നേ. എന്തിനാ ഈ പേപ്പറിൽ ഇതൊക്കെ അന്വേഷിച്ചിടന്ന് കുറിക്കാൻ പോകുന്നത്? വളരെ മനോഹരമായിട്ട് സോഫ്റ്റ്വെയർ തന്നെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് തരും. താങ്ക് യു.